ഇത് കിയൻ്റെ ഒരു വണ്ടിയാണ്. ഇതിൽ ഇവിടെ ഒരു തട്ടിലാണ്, ഇവിടെ ഒരു പൊട്ടുണ്ട്. അതുപോലെ പ്ലാസ്റ്റിക് മറ്റേത് ഇവിടെ ഒരു ചെറിയ പൊട്ട് നിൽക്കുന്നത്. ഇവിടെ ഇങ്ങനെ ചെറിയ ഡാമേജ് കാര്യങ്ങൾ തട്ടലിന് സംഭവിച്ചാണത്. മൊത്തം ക്ലിയർ ചെയ്തെടുത്തതിന് ശേഷം മൊത്തം പെയിൻറ്റിങ് തുടങ്ങുക. അങ്ങനെ പാച്ചുകളുടെ ഭാഗങ്ങളിലൊക്കെ സ്റ്റിച്ചിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പെയിൻറ്റിങ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇത് 3 കളർ പെയിൻറ്റ് ചെറിയൊരു ഏരിയ തന്നെ വരുന്നുണ്ട്. ബ്ലാക്ക്, പിന്നെ വണ്ടീൻ്റെ ബോഡീൻ്റെ കളറ്, പിന്നെ ഒരു ബീഡിങ്ങിൽ വേറൊരു കുറച്ചും കൂടി ഡാർക്കായിട്ടുള്ളൊരു കളറിൽ വരുന്നുണ്ട്. അങ്ങനെ 3 ഐറ്റം കളറാണ് ഇതിൽ വരുന്നത്. അതുകൊണ്ട് തന്നെ ഓരോ കളറും അടിച്ച് അത് മാസ്ക് ചെയ്ത് അടുത്ത കളർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഉണങ്ങുന്ന ഒരു ടൈം ഉണ്ടാവും. അത് അങ്ങനെ 1-2 ബൈ അങ്ങനെ തന്നെ ചെയ്താലേ അത് പെർഫെക്റ്റ് ആയിട്ടുള്ള ഫിനിഷ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. മറ്റൊരു കാര്യം, വണ്ടി മൊത്തത്തിൽ നമ്മൾ OP ഷീറ്റാണ്. ഇത് 1 ടൈം യൂസ് ചെയ്യുന്ന ഷീറ്റാണ്. ഇത് മസ്റ്റായിട്ട് യൂസ് ചെയ്യാം. കാരണം ഈ അടിക്കുന്ന ക്ലിയർ കാര്യം, പെയിൻറ്റ് കാര്യം വണ്ടിൻ്റെ ബോഡിയിൽ വരാനും അത് ഒരു ഫിനിഷ് വണ്ടീൻ്റെ ഒരു റഫ്നെസ് വരാനൊക്കെ ചാൻസ് ഉണ്ട്. കസ്റ്റമർ വണ്ടി നമ്മൾ മാക്സിമം നമ്മളെ കയ്യിൽ നല്ല വൃത്തി തന്നെ കൊടുക്കാനും അതിന് നമ്മളത്തുനിന്ന് ഡാമേജ് വരാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ നോക്കും. ഈ OP ഷീറ്റ് 1 ടൈം യൂസിങ് ആണ്. പക്ഷേ നമ്മൾ മാക്സിമം എല്ലാ വണ്ടിയിലേക്കും നമ്മളത് യൂസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ നമുക്കിത് മൊത്തത്തിൽ ഞാൻ പറഞ്ഞ മാതിരി 1-2 ആയി ഓരോന്ന് ക്ലിയർ ആക്കി എടുത്തുകൊണ്ട് നല്ല ഫിനിഷിങ്ങിൽ ആ ഡാമേജ് മൊത്തം ക്ലിയർ ചെയ്തിട്ട് നല്ല വൃത്തിക്ക് തന്നെ നല്ല ഗ്യാരണ്ടിയിൽ കളറിൽ ഗ്യാരണ്ടി ക്ലിയറിന് എല്ലാത്തിനും നമ്മൾ ഗ്യാരണ്ടിയിൽ നമുക്കത് കസ്റ്റമർക്ക് കൊടുക്കാനും സാധിക്കും. ഇത് ഡാമേജ് മൊത്തം തീർന്നിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്ത് ഇരുമ്പ് കറക്റ്റ് ബോഡി സ്റ്റിച്ച് ചെയ്തതാണ്. ആ പ്ലാസ്റ്റിക് ആണ് പൊട്ടി വരിക, അവിടുത്തെ ഡാമേജ് വരിക, അങ്ങനൊന്നും സംഭവിക്കില്ല. അത്രയും ഗ്യാരണ്ടി തന്നെ നമുക്കത് നല്ല വൃത്തി തന്നെ ചെയ്തെടുക്കാനും സാധിച്ചിട്ടുണ്ട്. കണ്ടാലും മനസ്സിലാവും അതിൻ്റെ ഫിനിഷിങ്. മാസ്കിംഗ് ആണ് മസ്റ്റ്. മാസ്കിങ് ചെയ്യുന്നിടത്താണ് ഇതിൻ്റെ വൃത്തി നമുക്ക് കിട്ടുക. നല്ല പെർഫെക്റ്റ് ആയിട്ട് മാസ്ക് ചെയ്താൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. ഓക്കെ, താങ്ക് യു.